എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചേരുവകൾ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 250 ml ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ ഞാൻ സേമിയ എടുത്തിട്ടുണ്ട്. സേമിയ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തതും കിട്ടും, അതുപോലെ തന്നെ നീളത്തിലുള്ളതും കിട്ടും. നീളത്തിലുള്ളതാണെങ്കിൽ ഈ ഒരു വലുപ്പത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ നീളത്തിലുള്ളത് ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. ഈ ഒരു സേമിയ ഇനി നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഒരുപാടങ്ങ് വെന്ത് പോകരുത്, കറക്റ്റ് ആ ഒരു പാകം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ തന്നെ ഒന്ന് ചൂടായിട്ട് കിടക്കുകയാണ്. നല്ല ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഈ ഒരു വെള്ളം നല്ല വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു 1 കപ്പ് അളവിൽ സേമിയ ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല തിളച്ച് കിടക്കുന്ന വെള്ളത്തിലേക്കല്ല നമ്മൾ സേമിയ ഇട്ട് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഓവറായിട്ട് അങ്ങ് വെന്ത് പോകരുത്. കറക്റ്റ് ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമ്മൾ സേമിയ ഒന്ന് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മളൊന്ന് ഞെക്കി നോക്കുമ്പോഴത്തേക്കും ഇത് കണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പാകമായിരിക്കണം കേട്ടോ കറക്റ്റ്. ഒരുപാടങ്ങ് വെന്തൊക്കെ കുഴഞ്ഞു പോകുന്ന ഒരു പരുവാവരുത്. ഓരോന്നും വിട്ട് കിടക്കുന്ന ഒരു പരുവത്തിന് തന്നെ വേണം നമ്മൾ സേമിയ വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് കളഞ്ഞിട്ടെടുക്കാം. ഇതുപോലെ വെള്ളം കളഞ്ഞതിന് ശേഷം സാധാ നോർമൽ വാട്ടർ 1 കപ്പോളം ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു പശ പോലെ ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം, അതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് തോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സേമിയ വേവിച്ചെടുത്തതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തോർന്നതിന് ശേഷം ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് നമ്മളൊന്ന് മാറ്റി കൊടുക്കുക. ഈ ഒരു സേമിയ വേവിച്ചത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഒരുപാട് ഒട്ടിയൊന്നും കിടക്കുന്നില്ല, വിട്ട് കിടക്കുന്ന ഒരു പരുവത്തിന് തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് വലിയ സവാളയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ചെറിയ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. കായത്തിൻ്റെ പൊടി ഇതിലേക്ക് നമ്മൾ ഒഴിവാക്കരുത്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 3/4 കപ്പ് അളവിൽ കടലമാവാണ്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വറുത്ത അരിപ്പൊടി തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മാത്രം റവയും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഞാൻ ഇതിലെടുത്ത ഒരു പാത്രം കുറച്ച് ചെറുതായിരുന്നു, അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 3-3.5 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ബലത്തിലിട്ടങ്ങ് മിക്സ് ചെയ്യരുത്, ആ ഒരു സേമിയ ഒരുപാട് കുഴഞ്ഞു പോകുന്ന ഒരു പരുവാകരുത്. ഇതുപോലെ പതിയെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 3-3.5 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിനായിരിക്കണം നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതുപോലെ കൈകൊണ്ട് ചെറിയ ഉരുളയാക്കി ഒന്ന് എടുക്കാൻ പറ്റണം. ആ ഒരു കറക്റ്റ് പാകത്തിന് ഈ ഒരു മാവൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിവിടെ 2 തവണയായിട്ട് ഇട്ട് കൊടുത്താണ് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ഉരുളകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് നമ്മൾ തീ കൂട്ടിയിട്ട് കൊടുക്കരുത്. ഒരുപാട് തീ കൂട്ടിയിട്ട് കൊടുത്താൽ പുറമേ പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞ് വരും, പക്ഷെ ഉള്ളിൽ നമുക്ക് വെന്ത് കിട്ടത്തില്ല, ഒരു പച്ച ചവ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് തീയങ്ങ് കൂട്ടിയിട്ട് കൊടുക്കാതെ, എന്നാൽ ഒരുപാട് തീയങ്ങ് കുറയ്ക്കാൻ വേണ്ട, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഉള്ളൊക്കെ നല്ല പോലെ തന്നെ വേകുന്ന ഒരു രീതിക്ക് തന്നെ വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ നമ്മളിത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ എല്ലാ സൈഡും നല്ല പോലെ തന്നെ മൊരിഞ്ഞ് ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഒരു കറിവേപ്പിലും ചെറിയതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് ഇതുപോലെ കോരി മാറ്റാവുന്നതാണ്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് നമ്മൾ ഒരെണ്ണം എടുത്തുനിന്ന് നോക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് പുറമേ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ഉള്ളിൽ നല്ല പോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്ത് മാറ്റുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ രണ്ടാമത് ഇട്ട് കൊടുത്തതും ഇതുപോലെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്ത് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നല്ല മഴയൊക്കെ അല്ലേ, ആ ഒരു മഴയത്ത് നല്ല ചൂടൻ ചായയുടെ ഒക്കെ ഒപ്പം ഇതുപോലൊരു സിമ്പിൾ സ്നാക്സും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 മണി ചായയുടെ ഒക്കെ ഒപ്പം ഒരുപാട് പണിയൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ടൊരു സ്നാക്സ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു സേമിയ പക്കോട നമ്മൾ വെറുതെ കഴിക്കുന്നതിൽ നല്ലത് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒക്കെ ഒപ്പം ഒരു ചട്നിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടൊമാറ്റോ കച്ചപ്പോ ഉണ്ടെങ്കിൽ അതിലൊന്ന് മുക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.